അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ലൊക്കേഷൻ ഈ ചിൽഡ് വാട്ടർ സിസ്റ്റത്തിനകത്ത് എവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഹായ്, ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് എയർ സെപ്പറേറ്റർ ആൻഡ് ഡേർട്ട് സെപ്പറേറ്റർ ഇൻ ചിൽഡ് വാട്ടർ സിസ്റ്റം. ഓക്കെ, എന്താണ് ഈ എയർ സെപ്പറേറ്റർ, എന്താണ് ഡേർട്ട് സെപ്പറേറ്റർ? നമുക്കറിയാം, എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാഡ് കണ്ടക്ടറാണ്. ഈ എയർ ചിൽഡ് വാട്ടർ സിസ്റ്റത്തിനകത്ത് എയർ ട്രാപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ എഫിഷ്യൻസി, അതിൻ്റെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും, അല്ലേ? ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. എയർ സെപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിൽഡ് വാട്ടർ സിസ്റ്റത്തിനകത്ത് എയർ ട്രാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്നതാണ് എയർ സെപ്പറേറ്റർ. ബേസിക്കലി ഈ എയർ റിമൂവ് ചെയ്യുന്നതുകൊണ്ട് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് എയർ ഒരു ബാഡ് കണ്ടക്ടറാണ്. ചിൽഡ് വാട്ടർ സിസ്റ്റത്തിനകത്ത് ചിൽഡ് വാട്ടർ FCU അല്ലെങ്കിൽ ASU, അതുപോലെ തന്നെ ചില്ലർ കോയിലിനകത്തൂടെ സർക്കുലേറ്റ് ചെയ്യുമെന്ന് നമുക്കറിയാം. എയർ ഉണ്ടെങ്കിൽ ഈ കോയിലിനകത്തൂടെ ലിക്വിഡ് എയർ ഉണ്ടെങ്കിൽ ഈ കോയിലിനകത്തൂടെ വെള്ളം പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫറിന് അത് അഫക്റ്റ് ചെയ്യും. അതിൻ്റെ എഫിഷ്യൻസി ഡ്രാസ്റ്റിക്കലായിട്ട് കുറയും. ഇത് അവോയ്ഡ് ചെയ്യേണ്ട കൊണ്ടാണ് നമ്മൾ എയർ സെപ്പറേറ്റർ നമ്മൾ ചിൽഡ് വാട്ടർ സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, എയർ ഉണ്ടെങ്കിൽ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ ചിൽഡ് വാട്ടർ പൈപ്പിങ്ങിന് കൊറോഷൻ ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്. നമുക്കറിയാം, എയർ എന്ന് പറഞ്ഞാൽ അതിനകത്തിൽ ഓക്സിജൻ ഉണ്ട്. അത് സ്റ്റീൽ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ അതുമായിട്ട് റിയാക്ട് ചെയ്ത് കാലക്രമേണ കൊറോഷൻ ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്. അതുകൊണ്ട് എയർ ട്രാപ്പ് ചെയ്തിരിക്കുന്നത്, ചിൽഡ് വാട്ടർ സിസ്റ്റത്തിനകത്ത് എയർ ട്രാപ്പ് ചെയ്തിരിക്കുന്നത് നമുക്ക് അനിവാര്യ ഘടകമാണ്, അതിനെ നിയന്ത്രിക്കേണ്ടത്, അല്ലേ? പിന്നെ വേറൊരു പോയിന്റ് നോട്ട് ചെയ്യേണ്ടത്, എയർ ഉണ്ടെങ്കിൽ ചിൽഡ് വാട്ടർ പൈപ്പിങ്ങിനകത്തൂടെ പോകുന്നുണ്ടെങ്കിൽ അത് സൗണ്ട് ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. ഈ കാരണങ്ങളാൽ എയർ നമ്മൾ ചിൽഡ് വാട്ടർ സിസ്റ്റത്തിനകത്തുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യേണ്ട, അതിനെ എലിമിനേറ്റ് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അടുത്തത് ഡേർട്ട് സെപ്പറേറ്റർ. ഡേർട്ട് സെപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം, ഒരു ചിൽഡ് വാട്ടർ സിസ്റ്റം സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിൽ ഡേർട്ട് അല്ലെങ്കിൽ ഡെബ്രീസ്, സെഡിമെൻ്റ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്. കാരണം ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ പൈപ്പ് അവിടെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഡേർട്ട് അല്ലെങ്കിൽ വെൽഡിങ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഡെബ്രീസ് ഒക്കെ കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും സാധാരണ ഈ ഡെബ്രീസൊക്കെ ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്. ഈ ഡെബ്രീസ് സാധാരണ കോയിൽ അല്ലെങ്കിൽ പമ്പ് ഇമ്പല്ലർ എന്നുള്ള എക്യുപ്മെൻറ്റിൻ്റെ പാർട്സിൽ കൂടെ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതിനെ ഡാമേജ് ചെയ്യാനുള്ള ചാൻസുകളുണ്ട്, അല്ലേ? അപ്പം ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധാരണ സ്ട്രെയിനർ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഡേർട്ട് സെപ്പറേറ്റർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എയർ സെപ്പറേറ്ററിൻ്റെ കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഡേർട്ട് സെപ്പറേറ്ററിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഡേർട്ട് ആ സിസ്റ്റത്തിനകത്ത് ഡേർട്ട് റിമൂവ് ചെയ്തിട്ട് ആ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി അത് കൂട്ടുന്നു. അതുവഴി മെയിൻ്റനൻസ് കോസ്റ്റ് നമുക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഈ ട്രാൻസ്ഫർ എഫിഷ്യൻസി അത് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ എക്യുപ്മെൻറ്റിനെ അത് പ്രൊട്ടക്റ്റും ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ലൊക്കേഷൻ ഈ ചിൽഡ് വാട്ടർ സിസ്റ്റത്തിനകത്ത് എവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അത് പ്രധാനമായിട്ടും അത് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. കാരണം നമുക്കറിയാം, ഒരു വെള്ളമെന്ന് പറഞ്ഞ ഫ്ലൂയിഡാണ്. അതിനകത്തിൽ ടെമ്പറേച്ചറിൻ്റെ അനുസരിച്ചിട്ട് അതിൻ്റെ എയറിൻ്റെ സോളിബിലിറ്റി വ്യത്യാസപ്പെട്ടിരിക്കും. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അതിൻ്റെ സോളിബിലിറ്റി കുറവായിരിക്കും. തണുക്കും തോറും അത് കൂടുതലായിരിക്കും. ഒരു ചിൽഡ് വാട്ടർ സിസ്റ്റത്തിനകത്ത് ഏറ്റവും ടെമ്പറേച്ചർ ഹൈ ആയിരിക്കുന്നത് നമുക്കറിയാം, അത് പമ്പിൻ്റെ സക്ഷൻ സൈഡാണ്. ആ പമ്പിൻ്റെ അവിടെ സക്ഷൻ സൈഡ്, എന്നിട്ട് പമ്പ് ചെയ്തിട്ട് അത് ചില്ലറിൻ്റെ ഇൻലെറ്റിലോട്ട് പോകുന്നു. എന്നിട്ട് തണുത്ത വെള്ളം ചില്ലറിൻ്റെ ഔട്ട്ലെറ്റിലോട്ട് വരുന്നു. അടുത്ത പോയിന്റ്, നമുക്ക് ചിൽഡ് വാട്ടർ സിസ്റ്റത്തിനകത്ത് ഈ എയർ സെപ്പറേറ്റർ ആൻഡ് ഡേർട്ട് സെപ്പറേറ്റർ എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ്, എവിടെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതാണ്. നമുക്കറിയാം, എയറിൻ്റെ വെള്ളമെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡാണ്. അതിനകത്തിൽ അതിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് അതിൻ്റെ സോളിബിലിറ്റി ഓഫ് എയർ അത് വേരി ചെയ്തിരിക്കും, അല്ലേ? ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ സോളിബിലിറ്റി കുറവായിരിക്കും. തണുത്ത വെള്ളമാണെങ്കിൽ കൂടുതൽ എയർ അത്
അബ്സോർവ് ചെയ്യാൻ സോളിബിൾ ആകാനുള്ള ചാൻസുകളുണ്ട്. അപ്പം നമ്മൾ ആ ചിൽഡ് വാട്ടർ സിസ്റ്റത്തിനകത്ത് ഏത് പോയിന്റിലാണോ മാക്സിമം ടെമ്പറേച്ചർ ഉള്ളത് ആ സ്ഥലത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും ഉചിതമായിട്ടുള്ളത്, അല്ലേ? അതുപോലെ തന്നെയാണ് പ്രഷർ. ഈ ചിൽഡ് വാട്ടർ സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ എവിടെ പ്രഷർ കുറവാണോ അവിടെ സോളിബിലിറ്റി അവിടെയും കുറവായിരിക്കും. ഈ 2 പാരാമീറ്റർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഹയസ്റ്റ് ടെമ്പറേച്ചർ ഉള്ള പോയിൻറ്റും ലോ പ്രഷർ ഉള്ള പോയിൻറ്റും ആ സിസ്റ്റത്തിന് എവിടെയാണോ ഉള്ളത് അവിടെ നമ്മൾ എയർ സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും അത് നമുക്ക് മാക്സിമം അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാനുള്ള ചാൻസ്, അല്ലേ? ഇവിടെ ഒരു ചിൽഡ് വാട്ടർ സിസ്റ്റത്തിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, പമ്പിൻ്റെ സക്ഷൻ സൈഡിൽ അവിടെ ആയിരിക്കും ഈ പറഞ്ഞ പോയിൻ്റ്. കാരണം ചില്ലറിൻ്റെ ഇൻലെറ്റ് സൈഡിലായിരിക്കും ആ ചിൽഡ് വാട്ടർ സിസ്റ്റത്തിൻ്റെ ഹയസ്റ്റ് ടെമ്പറേച്ചറും പമ്പിൻ്റെ ഇൻലെറ്റ് സൈഡിലായിരിക്കും ആ ചിൽഡ് വാട്ടർ സിസ്റ്റത്തിനകത്തെ ലോവസ്റ്റ് പ്രഷർ പോയിൻറ്റും, അല്ലേ? അതുകൊണ്ടാണ് പൊതുവെ നമുക്ക് കാണാൻ പറ്റും ഈ എയർ സെപ്പറേറ്ററും ഡേർട്ട് സെപ്പറേറ്ററും പമ്പിൻ്റെ സക്ഷൻ സൈഡിൽ, അത് ചിൽഡ് വാട്ടറിൻ്റെ സക്ഷൻ സൈഡിൽ കൊടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.